ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും ഡൽഹി എക്സ്പീരിയൻസ്, ഞാൻ വന്നപ്പോഴത്തെ ഡൽഹി എന്തായിരുന്നു, പിന്നീടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഈ അടുത്ത സമയത്ത് ഡൽഹിയിൽ പത്രങ്ങളിൽ റിപ്പോർട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സംഘ് പരിവാറിൻ്റെ പേജുകളിൽ വന്നിട്ടുണ്ട്. അതായത് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ചില കടകളിൽ പോയിട്ട് അത് വിൽക്കരുത്. അതേപോലെ ഒറീസയിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു, രാജസ്ഥാനിലുള്ള ഒരു റോഡിൽ സാന്താക്ലോസിൻ്റെ ഒക്കെ തൊപ്പി വിൽക്കാമെന്ന് അവരെ ഓടിക്കുന്നു. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇത് ക്രിസ്ത്യൻ രാഷ്ട്രം, ഈ സാധനങ്ങളോട് വിൽക്കരുത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാർത്തകളും സംഭവങ്ങളൊക്കെ വരുന്നു. ഇപ്പം എൻ്റെ ഡൽഹി എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. ഞാൻ 1996 ആദ്യം ഡൽഹിയിൽ വരുന്നത്. ആ വന്ന സമയത്തൊന്നും ഞാനിവിടെ കടകളിൽ പോലും ഒരു ക്രിസ്മസ് സ്റ്റാർ വിൽക്കുന്ന ഒരു കട കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റോറുണ്ട്, മലയാളികൾ തമിഴന്മാരൊക്കെ പോകുന്ന, അവിടെ ക്രിസ്മസ് കേക്കും ഈ പറയുന്ന ക്രിസ്മസ് സ്റ്റാറുകളൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. നോൺ വെജ് വിൽക്കുന്ന കടകൾ പോലും വളരെ കുറവായിരുന്നു ആ സമയത്ത്. കാരണം ഇവിടെ ക്രിസ്മസ് ഇങ്ങനെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഡൽഹി എന്ന് പറയുന്നത് മെട്രോ സിറ്റിയാണ്, മറ്റുള്ള പല ആൾക്കാർ വന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. ഇതിന് വലിയ പ്രാധാന്യമൊന്നും. അന്നൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ പോലെ ഡൽഹി പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലാണ് ആൾക്കാർ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അമേരിക്കയിലോട്ടുള്ള ഈ പഠനവും ഈ ജോലിയും ഇതേപോലൊന്നുമില്ല. ഇന്ന് ഇവിടെ നിങ്ങൾ ഡൽഹിക്കകത്ത് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിനകത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 മക്കളോ അല്ലെങ്കിൽ 1 മക്കളോ ഒരാൾ ഉറപ്പായിട്ടും അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കും. ആ ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടായത്. പിന്നെ ലിബറലൈസേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയം ഇഷ്ടംപോലെ വിദേശ കമ്പനികൾ ഇന്ത്യയിലോട്ട് വന്നു. ഒരു വെസ്റ്റേൺ കൾച്ചർ ഡൽഹി സിറ്റി എന്ന് പറയുന്നത് കോപ്പി ചെയ്യാൻ തുടങ്ങി. അത് യാഥാർത്ഥ്യമാണ്. ആ സമയത്തെ ഡ്രസ്സിങ്ങും സംഭവമൊന്നുമല്ല വിൻ്ററിൽ ഇന്നത്തെ ഡൽഹിയുടെ ഡ്രസ്സിങ്. കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റേൺ കൾച്ചറും. അതേപോലെ ഡൽഹി സ്ട്രീറ്റുകളിൽ ഇന്ന് ചെറുപ്പക്കാർ സംസാരിക്കുന്ന പാർക്കുകളിലൊക്കെ സംസാരിക്കുന്നത് അന്നത്തെ ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു. ഇന്നത് മാറി ഇംഗ്ലീഷും ഹിന്ദിയും മിക്സ് ചെയ്ത് അധികം പേര് ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ. ആ ഒരു മാറ്റം മനസ്സിലാക്കണം എന്തുകൊണ്ടുണ്ടായി. ഉറപ്പായിട്ടും വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ്. ഇഷ്ടംപോലെ പിള്ളേർ പഠിക്കാൻ പോകുന്നു, ഇഷ്ടംപോലെ പിള്ളേർ അവർ ജോലി ചെയ്യാൻ പോകുന്നു, ഇവിടെയുള്ള അവരുടെ പേരൻസ് അവരെ കാണാൻ പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നീട് ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഡൽഹി കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ പല റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പുകളിലും പ്രത്യേകിച്ച് ഈ മാർക്കറ്റിലുള്ള ചില സ്ഥലങ്ങളിലും വലിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റെല്ലാം ക്രിസ്തുമസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. കാരണം ദീപാവലി അങ്ങോട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സ്റ്റാറുകൾ വിൽക്കാൻ തുടങ്ങി, എലുമിനേഷൻ ലൈറ്റുകൾ വിൽക്കാൻ തുടങ്ങി, ആൾക്കാർ മെറി ക്രിസ്മസ് പറയാൻ തുടങ്ങി. ഇവർക്കൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ ഡെപ്ത് എന്തോ അറിയാവുന്ന. പക്ഷെ പണ്ട് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പല മലയാളികളും ഇവിടുന്ന് ഡൽഹി വന്നിട്ട് മക്കളൊക്കെ അമേരിക്കയിൽ പോയവരുണ്ട്. പല ആൾക്കാരും കേരളത്തിലോട്ട് പോയവരുണ്ട്. മറ്റു പല ആൾക്കാരും പഴയ ആൾക്കാർ പല ആൾക്കാരും മാറിയിട്ട് പുതിയ ജനറേഷനാണ്. പഴയ പോലെ മലയാളികൾ ഇപ്പോൾ ഡൽഹിയിലോട്ട് വരുന്നില്ല. യാഥാർത്ഥ്യമാണ്. പണ്ട് ഇഷ്ടം പോലെ 2 ട്രെയിനിൻ്റെ അകത്ത് കേരള എക്സ്പ്രസ് ഉണ്ടായിരുന്നു, മംഗള എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഏകദേശം കണക്കെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തെടുത്ത കണക്കനുസരിച്ച് ഏകദേശം 600ഓളം പുതിയ ആൾക്കാരാണ് പുതിയ ജോലി അന്വേഷിച്ച് ഡൽഹി വരുന്നത്. ആ സംഭവങ്ങളൊക്കെ നിന്നു. കാരണം ബാംഗ്ലൂർ ഭയങ്കരമായിട്ട് ഡെവലപ്പായി, ചെന്നൈ ഡെവലപ്പായി, അവിടെയൊക്കെ ജോബ് പൊട്ടൻഷ്യൽ വളരെയധികം കൂടി. ഇനി ഡൽഹിയിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അതേപോലെ ജോബിനുള്ള സാധ്യത. ബീഹാറിൽ നിന്നുള്ളവർ വളരെയധികം ഡൽഹിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, UP-യിലുള്ളവർ ഡൽഹിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചെന്നൈയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ളവരുടെ വരവ് വല്ലാതെ കുറഞ്ഞു. കാരണം തമിഴ്നാട് വല്ലാതെ അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് 2025 നിങ്ങൾ ഇന്ന് ഡൽഹിയുടെ നുക്ക് ആൻഡ് കോർണർ ഏത് മാർക്കറ്റ് പ്ലേസ് എടുത്താലും
ഇവിടെ ഒക്കെ ക്രിസ്മസ് സ്റ്റാർ, ഇലൂമിനേഷൻ, ക്രിസ്മസ് ട്രീ, സാന്താക്ലോസിനൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് മാർക്കറ്റ് ശൈലിയായിട്ട് വരും. കാരണം ക്രിസ്തുമസ്, ന്യൂ ഇയർ ഡിസ്കൗണ്ട് സെയിൽസ്, ഓൺലൈൻ സെയിൽസ് എല്ലായിടത്തും മനസ്സിലാക്കും. അന്നൊരു സമയത്ത് ഞാൻ വന്ന സമയത്തും പിന്നെ പല സമയങ്ങളിലും കേക്കുകൾ കിട്ടത്തില്ലായിരുന്നു. കാരണം ഇത് എഗ് കേക്കും അത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എല്ലായിടത്തും ക്രിസ്മസ് കേക്ക് ഉണ്ട്, എഗ്ഗുണ്ട്, നോൺ എഗ് കേക്ക് ഉണ്ട്, പ്ലം കേക്ക് ഉണ്ട്, അങ്ങനെയുള്ള റിച്ച് കേക്ക് ഉണ്ട്. ഇവിടെ പല ആൾക്കാരും വീടുകളിൽ ഉണ്ടാക്കി അത് വിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനായി മാറി. അതായത് ഒരു കാര്യം ഞാൻ പറയാം, ഡൽഹിയുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ദീപാവലിയാണ്. കാരണം ഡൽഹിയിലെ എല്ലാ സെലിബ്രേഷനും ഞാൻ കൊണ്ടാടുന്ന ഒരാളാണ്. അപ്പം ദീപാവലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഡൽഹിയിലെ ക്രിസ്മസ് ആണ്. അത് ആദ്യം സംഘപരിവാർ മനസ്സിലാക്കുക. ആ ചേഞ്ച് ഡൽഹിക്കകത്തുണ്ടായി. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. എൻ്റെ അയൽവാസി ഒരു റിട്ടയർഡ് കേണലാണ്. അപ്പം ഇയാൾ ഞാൻ അടുത്ത സുഹൃത്ത്, അയൽവാസി എൻ്റെ സെയിം അപ്പാർട്ട്മെന്റ്. ഞാൻ 6th ഫ്ലോറിലാണ്, പുള്ളി 8th ഫ്ലോറിലാണ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് താഴെയൊക്കെ പോകും സംസാരിക്കുന്ന സമയത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, പുള്ളിക്ക് എവിടെയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ച ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നടത്തൊക്കെ ഉണ്ട് പ്രൊട്ടസ്റ്റന്റ് ചർച്ച. ഇവിടെ എൻ്റെ പേരിൽ സൗണ്ട് ഇറ്റ് ക്യാൻ ഈസിലി സൗണ്ട് മാത്യു സാമുവൽ, ക്രിസ്ത്യൻ സൗണ്ടാണ് സംഭവം. ഞാൻ പറഞ്ഞു ഇന്നടത്ത് ഒരു ചർച്ചൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇംഗ്ലീഷ് അറിയണം അല്ലെങ്കിൽ ഹിന്ദി അറിയണം. പുള്ളി ഒരു ബേസിക്കലി ഡൽഹി പഞ്ചാബിയാണ്. പണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലോട്ട് കുടിയേറിയ ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നടത്തൊക്കെ ഇംഗ്ലീഷ് വർഷിപ്പ് സർവീസും ഒക്കെ ഉണ്ട്, ഇന്ന ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പുള്ളിയോട് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു പുള്ളി കൺവേർട്ട് ചെയ്തു. ആലോചിച്ചു, റിട്ടയർഡ് കേണൽ എന്തിനാ കൺവേർട്ട് ചെയ്യുന്നത്? അപ്പം ഞാനതിനെപ്പറ്റി അന്വേഷിക്കാൻ തയ്യാറായി. എന്തോ അപ്പം പുള്ളിയോട് സംസാരിച്ച് കിരുന്ന് കഴിഞ്ഞപ്പോഴേ മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഈ പറയുന്നത്. പുള്ളിയുടെ 2 ആൺമക്കൾ, 2 പേരും പഠിച്ചത് അമേരിക്കയിൽ. ഒരാൾ ഹൂസ്റ്റണിൽ, ഒരാൾ ടെക്സാസിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇയാളുടെ മകൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളിയായ ഒരു പെന്തക്കോസ് പാസ്റ്ററിന്റെ മകളുമായിട്ട് പ്രേമത്തിലായി. അവർ നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനും അതിൻ്റെ കൂടെ കൺവേർട്ടായി. അപ്പോൾ ഈ പേരൻസ് അവരെ കാണാൻ പോയ സമയത്ത് അവരും അങ്ങ് കൺവേർട്ടായി. ഇതിനകത്ത് ആരാണ് അരി കൊടുത്തത്? ആരാണ് പാൽപ്പൊടി കൊടുത്തത്? ഇത് ഡൽഹിയിൽ സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. പല അപ്പാർട്ട്മെന്റിലും വളരെ സീക്രട്ടാണ്, ആളുകൾക്ക് അറിയത്തില്ല. ഇത് യാഥാർത്ഥ്യമാണ്. കാരണം വെസ്റ്റേണിന്റെ ഒരു സംഭവത്തിലോട്ട് നമ്മളങ്ങ് പോയി. ഇനി കാനഡയുടെ കാര്യം നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സർദാർമാർ, പഞ്ചാബികൾ, നിങ്ങൾ പഞ്ചാബികൾ സർദാർമാർ മാത്രമല്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയും ഉണ്ട്. ഒരു സമയത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഇന്ത്യക്കാരിൽ ഈ പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 4ഓളം മന്ത്രിമാർ ജസ്റ്റിൻ ട്രൂഡോയുടെ സമയത്ത് പഞ്ചാബി കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്. ഇപ്പോഴും മന്ത്രിമാരുണ്ട്, പഞ്ചാബി സ്ത്രീകളുണ്ട്. ഈ പഞ്ചാബികളെല്ലാം അവിടെ പോയിട്ട് ഇതിനകത്ത് തിരിച്ചു വരുമ്പോൾ ഇതിനകത്ത് വലിയൊരു ശതമാനം കൺവേർട്ടായി. അതിന് അവർ അവിടെ എന്തോ അരി ഇല്ലാഞ്ഞിട്ടാണോ പാൽപ്പൊടി ഇല്ലാഞ്ഞിട്ടാണ് ഇവർ കൺവേർട്ടായത്. എന്നിട്ട് നിങ്ങൾ കണ്ടോണം, നിങ്ങൾ ഈ വിഷ്വല് കാണണം. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് റാലി നടന്നതാണ് ജലന്ധറിൽ. നിങ്ങൾക്കറിയാം, സിഖ് വിശ്വാസത്തിൻ്റെ അകത്ത് അവരുടെ പുണ്യ പുസ്തകമാണ് ഇമ്പോർട്ടൻറ്റ്. ഈ റാലിയിൽ നോക്കുക, ബൈബിളാണ് വെച്ചിരിക്കുന്നത് പുണ്യപുസ്തകം. പക്കാ സിഖുകാരെങ്ങനെ എന്ത് ചെയ്യുന്നു അവിടെ? ഇപ്പം നേരത്തെ ബിംബം ഉള്ളിടത്ത് കുരിശ് മാറ്റി വെച്ച പോലെ സിഖുകാരെന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ആ ബൈബിൾ ഉള്ളിടത്ത് വെച്ചു. ഇതാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് ഇവിടൊക്കെ ഡൽഹിയിലൊക്കെ ചില പള്ളികളിൽ, പ്രത്യേകിച്ച് കാത്തലിക് പള്ളികളിൽ, ഓർത്തഡോക്സ് പള്ളികളിൽ അവിടെയൊക്കെ ക്രിസ്മസ് കാരകളുണ്ട്.
23 ഒരു രാത്രിയിലാണ് സംഭവം. പിന്നെ ആസ് യൂഷ്വലി വർഷിപ്പും കുർബാനയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ, അതായത് നിങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ ഇഷ്യൂ അറിയാം, ദുർഗയിലെ ബിലായിക്കടുത്ത്. അവിടെ ഇപ്രാവശ്യം നടന്ന ക്രിസ്തുമസ് റാലി ഈ കരോൾ എന്ന് പറഞ്ഞ് ഇവരങ്ങ് റാലിയാക്കി. അതായത് ഇവരുടെ ശക്തി തെളിയിക്കുന്നില്ല. ഇത്രയും പ്രശ്നമുണ്ടായിട്ടും നിങ്ങൾ അവിടെ ആൾക്കാരങ്ങ് കൂടി. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്ത് രീതിയിലാണ് നടന്നത്. അതേപോലെ പഞ്ചാബില് ഇഷ്ടം പോലെ എവിടെ മത്സരിച്ചാണ് ഓരോ ചർച്ചകൾ റാലി നടത്തുന്നത്. അവരവരുടെ ശക്തി തെളിയിക്കുകയാണ്. അവരുടെ കൂടെ ഇത്ര പേരുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ ഉള്ളവരെല്ലാം കർഷകരാണ്. കർഷകരെന്ന് പറഞ്ഞാൽ കൃഷി പോകുന്ന ആൾക്കാർ നല്ല ഉദ്ദേശിക്കേണ്ടത്, ഇവർക്കൊക്കെ ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്. അവിടെ കൃഷി ചെയ്യാൻ പോകുന്ന ജോലിക്കാർ ഏറ്റവും കൂടുതൽ UP നിന്നാണ് വരുന്നത്. അവിടെ തൊഴിലില്ലാത്ത കൂടുതൽ അവരെ ജോലി ചെയ്യാൻ വേണ്ടി അവരെ പോകുന്നു പഞ്ചാബിൽ. അതേപോലെ തന്നെ നമ്മുടെ അവിടെ നാട്ടിൽ ബംഗാളികൾ വരുന്ന പോലെ, അതേപോലെ ജാർഖണ്ഡുകാർ പോകും. ഇപ്പുറത്ത് ബീഹാർ സ്റ്റേറ്റ് ഉണ്ട്, അവരവിടെ ജോലിക്ക് പോകും. കാരണം അവിടെ നല്ല ശമ്പളമാണ്, അവർ നല്ലപോലെ ആൾക്കാരെ നോക്കും. അവിടെ ജോലിക്കായിട്ട് പോകുന്ന കർഷക തൊഴിലാളികൾ അവൻ 3-4 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. ചിലരൊക്കെ പാസ്റ്ററായിട്ടാണ് വരുന്നേ. അതിന് ആരാ ഉത്തരവാദി? കാരണം ഇവർ കുടുംബമായിട്ടാണ് പോകുന്നത്. കാരണം അത്രമാത്രം അവിടെ മിഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഇതായിട്ട് കാര്യം. അതാണ് ഒത്തിരി പേര് ഈ ആളുകൾ ഭയന്നിരിക്കുകയാണ് സംഘപരിവാർ. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? അതുകൊണ്ടാണ് ഈ സാന്താക്ലോസിനെ ക്രിസ്തുമസിന്റെ സാധനങ്ങൾ വിൽക്കരുത്, അത് വിൽക്കരുത്, പേടിച്ച് ഭയന്നു ഇവര്. ഭയന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് റിയാലിറ്റിയാ. പഴയ ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷമാണ്. ഈ ദീപാവലിക്ക് കാണാത്തതിനേക്കാളും വലിയ സംഭവമാണ് ഇവർ റാലിയുമായിട്ട് ഇതിന്റെ ബിസിനസ് നടക്കുന്നത്. അത് ഭയങ്കര എന്തൂസിയാസമാണ്. ദീപാവലിക്കാരും ഈ പറയുന്ന പോലെ വീടുകളിലും പൂജയും പരിപാടിയും ഒക്കെ നടക്കുന്നത്, അമ്പലങ്ങളിൽ പോകുന്നു. ഇത് ഒരു 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സെലിബ്രേഷനാക്കി മാറ്റി നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ. നമ്മൾ ഇന്ന് വരെ കേരളത്തിൽ കേട്ടിട്ടുണ്ട് ഇതേപോലെ സെലിബ്രേഷൻ. പണ്ട് കോളേജ് സ്കൂളൊക്കെ ഞാൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന ക്രിസ്മസ് കരോളിലും വള്ളിയിലൂടെ പാടാൻ ഓരോ വീടുകളിലൊക്കെ ഒരു തമാശയാണ്. അത് നോർത്ത് ഇന്ത്യയിലൊരു കംപ്ലീറ്റ് റാലികളായിട്ടങ്ങ് മാറി. ലക്നൌവിൽ ഭയങ്കര റാലി നടക്കുന്നു, UP നടക്കുന്നു, ഈ പറയുന്ന ഗാസിയാബാദിൽ നടക്കുന്നു, ഈ പ്രശ്നം നടന്ന സ്ഥലത്ത് നടക്കുന്നു. കാരണം അവരുടെ ഒരു ശക്തി തെളിയിക്കേണ്ട രീതിയിലോട്ട് അവരങ്ങ് മാറ്റി. അത് തുടക്കം കുറിക്കുന്ന ഏറ്റവും കൂടുതൽ സംഭവമായത് പഞ്ചാബിൽ കൂടാണ് ക്രിസ്തുമസ് റാലികൾ. ഇത് ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്ന അവിടെ നിന്നും അല്ലെ, ഗോവയിൽ നിന്നും ബോംബെയിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ ഈ സെലിബ്രേഷൻ മുമ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ബോംബെയിലാണ്. ബോംബെ സിറ്റിക്ക് അത് ഇഷ്ടം പോലെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. പിന്നെ ഒരു ഗോവൻ കൾച്ചറും ഉണ്ട്. കാരണം മറാഠ സംഭവമാണ്. ഗോവയിലുണ്ട് ശരിക്കും ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സെലിബ്രേഷൻ കേരളത്തിൽ നിന്നുള്ള ബോംബെയിലാണ്. ഇന്ന് ബോംബെയുടെ 5 ഇരട്ടി സെലിബ്രേഷൻ ഡൽഹിയിലായി. കാരണം ഇത് പല റീജിയനിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന് കുടിയേറി ജോലിക്കായിട്ട് വന്നവരാണ്. അതായത് മനസ്സിലാക്കുക, ഞാൻ പല ഡൽഹി ചർച്ചസിനെ പറ്റി പറഞ്ഞു. ഇപ്പം അങ്കിത് സാജുവാൻ, അങ്ങനെ പല ആൾക്കാർ. ഇവിടേക്ക് ഇത്രയും ആൾക്കാർ പോകുന്നതിൻ്റെ കാര്യം എന്തുവാ? ഇതിൻ്റെ കാര്യം. അതായത് സെലിബ്രേഷൻ വലിയ സംഭവമായി മാറി. കുറച്ച് കഴിയുമ്പോൾ ദീപാവലിയേക്കാളും വലിയ സെലിബ്രേഷൻ ക്രിസ്തുമസ് ആയിട്ട് ഡൽഹി മാറി. ഇതേപോലെ ഉടക്കൊക്കെ ആണെങ്കിൽ അടുത്ത വർഷം കൂടുതൽ ആൾക്കാർ ഇറങ്ങും. ഇനി നിങ്ങൾ ഡൽഹിയുടെ സ്ലമ്മും പരിപാടികളൊക്കെ പോയി നോക്കണം. എനിക്കറിയത്തില്ല, എന്നെ ഈ വീഡിയോ കേൾക്കുന്ന എത്ര ആൾക്കാർക്ക് ഡൽഹി സ്ലമ്മിനെ പറ്റി അറിയുമെന്ന്. ബോംബെയുടെ അത്രയും സ്ലം ഇല്ല, പക്ഷേ ഡൽഹിയിലോട്ട് ഇഷ്ടംപോലെ സ്ലം, ഇല്ലീഗലായിട്ടും അങ്ങനെ ഇഷ്ടംപോലെ സ്ലമ്മുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമസ് സെലിബ്രേഷനായിട്ട് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഞാൻ കാണുന്നത് ക്രിസ്തുമസ് ഔട്ട്റീച്ച്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്നത്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരിക്കലും കാത്തലിക്സിനെ മറ്റുള്ള കമ്മ്യൂണിറ്റിയെ പെടുത്തരുത്. അവരിതിനകത്തൊന്നുമില്ല.
പണ്ട് ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും കാത്തലിക്സ് കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായിരുന്നു. പല ആൾക്കാർ അച്ഛന്മാരാകാൻ പല ആൾക്കാരുമില്ല, അതേപോലെ തന്നെ കന്യാസ്ത്രീകളാകാൻ ആൾക്കാരില്ല. അത് ഒരു ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു. അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ പെന്തക്കോസ്തുകാരാണ്. അവർ ഭയങ്കര ആക്റ്റീവാണ്, അഗ്രസീവാണ്. അവർ ഈ ചെറിയ ഹോം ചർച്ച്, ഇതിനൊക്കെ ഉറപ്പായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇതിൻ്റെ പിറകിലൊക്കെ മലയാളികളാണ്. അവരുടെ ഹാർഡ് വർക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പണ്ട് നേരത്തെ ഞാൻ കൊച്ചി വെച്ച് ഒരു അമേരിക്കയിലുള്ള ഒരു മലയാളിയെ കണ്ടപ്പോൾ പുള്ളി ഏകദേശം 10-25 കൊല്ലം ഡൽഹിയിലുണ്ടായിരുന്നു, എന്നിട്ട് US പോയത്. പുള്ളി പറഞ്ഞു പണ്ട് അവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇഷ്ടം പോലെ, ആൾക്കാർ കൂടുന്നില്ല. അവർ 5 വർഷം ഇവിടെ പ്രാർത്ഥിച്ചിട്ടും ആ ചർച്ചിലായ 50 പേരേ ഉള്ളൂ, 60ാമത്തെ ആൾ വരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനല്ല ഡൽഹിയുടെ നോർത്ത് ഇന്ത്യയുടെ സ്ഥിതി. ഇവിടെ ഹൗസ് ചർച്ച് എന്ന് പറഞ്ഞ് കുമിള് പോലെ അങ്ങ് പെരുകുകയാണ് നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും. ഇതാണ് ബേസിക്കലി ഇവർ വിരൽ പിടിച്ചിരിക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോ പറഞ്ഞ് സനാതന സംഭവം ഇന്ത്യയിൽ ഓടത്തില്ല. അത് ഷാർപ്പായിട്ടാണ് ഡിക്ലൈൻ ചെയ്യുന്നത്. അത് കാരണം സിറ്റി മേഖലയിൽ ഇത് വലിയ വിസിബിളായത്, വളരെ കൃത്യമായിട്ട് സിറ്റി മേഖലയിൽ ഇത് അറിയാൻ സാധിക്കും. കാരണം അവരുടെ ആ വിശ്വാസത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഉറപ്പായിട്ടും അതിനകത്ത് ഈ പറയുന്ന മിഷൻ വർക്കുകളും കാരണമാണ്. ഡിജിറ്റൽ ലോകമാണ്. പഴയ പോലെ ട്രാക്ട് കൊടുത്ത് ഔട്ട്റീച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെയ്യുന്നവരിന്നും ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്ലം ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആം ആദ്മി പാർട്ടിക്ക് ഇത്ര വോട്ട് വരാൻ കാരണം ഡൽഹി ബേസിക്കലി BJPയുടെ കോട്ടയാണ്. ഈ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കൊടുത്തിരിക്കുന്ന ഈ പാവം പിടിച്ചവരാണ് ഏറ്റവും കൂടുതൽ. നേരത്തെ എല്ലാവരും വോട്ട് ചെയ്തു. ഇന്നും ഒരു വലിയ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ഇവര് ബാംഗ്ലൂർ സിറ്റിയിലോ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ബാംഗ്ലൂര് താമസിച്ച സമയത്ത് ഞാനിത് ഭയങ്കര വിസിബിൾ ആയിരുന്നു ഈ സംഭവം. അതേപോലെ ഡൽഹിയിലും ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ മാറിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ റിയാലിറ്റി. ഇനി ഇത് പറഞ്ഞിട്ടും ഈ ബഹളം ഉണ്ടാക്കിയിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. അതേ ഉള്ളൂ അതിൻ്റെ കാര്യം. നിങ്ങൾ ഈ ഭയന്നിട്ടൊന്നും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നതില്ല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടിയായിട്ട് ഇത് വൈഡ് സ്പ്രെഡ് ആകും. അതായത് കൂടുതൽ ഇതിനെ ഗൗനിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല അഡ്വൈസ്. കാരണം ജനങ്ങൾ ഒരു സെർട്ടൺ സമയം കഴിയുമ്പോൾ മാറും. അത് ഗ്ലോബലായിട്ടുള്ള സംഭവമാണ്, ഏത് കമ്മ്യൂണിറ്റിയിലുള്ള സംഭവമാണ്. ചെറുത് കഴിയുമ്പോൾ മാറും. ആ മാറ്റം ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിന് വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യ കോപ്പി ചെയ്യുക. പണ്ട് നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ട്, സെൻറ്റ് വാലന്റൈൻസ് ഡേ, ആ സംഭവം കേട്ടിട്ടുണ്ട്. ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് സെൻറ്റ് വാലന്റൈൻസ് എന്ന് പറയുന്ന വലിയ സംഭവം. അതിനെതിരെ സംഘപരിവാറും ഈ പറഞ്ഞ ആൾക്കാരും വലിയ രീതിയിൽ നോക്കി 1% കുറയ്ക്കാൻ പറ്റും ഇല്ല. ഇന്നത്തെ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ലോകം, ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും ജനങ്ങളുടെ എഡ്യൂക്കേഷനും സിറ്റി ലൈഫും മാറുക. അതിനകത്ത് റിലീജിയസ് ആയിട്ടുള്ള വാക്യൂം ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് പെന്റക്കോസ്റ്റുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സിറ്റികളിൽ ഇതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ റിലീജിയസ് സ്റ്റഡി പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ പറയാൻ പോകുന്നത്, ഈ പറഞ്ഞ ഈ സംഭവം കൊണ്ടൊന്നും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇന്ത്യൻ സിറ്റികളും ഇന്ത്യൻ ഗ്രാമങ്ങളും വരാൻ പോകുന്ന 10-15 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറും. നിങ്ങൾക്കത് പിടിച്ചാൽ പോലും പിടികിട്ടത്തില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിലും അവിടെയൊക്കെ മാറ്റം ഉണ്ടായേക്കുന്ന ഈ ദളിത് കമ്മ്യൂണിറ്റിയാണ്. അവന് എഡ്യൂക്കേഷൻ കിട്ടി, അവന് ഹെൽത്ത് കിട്ടി, അവന് കാര്യങ്ങൾ അറിയാം, അവന് കാര്യങ്ങൾ പിടികിട്ടി, അവൻ പിന്നെ ആരെയും മൈൻഡ് ചെയ്തില്ല. അവന് പിന്നെ കമ്മ്യൂണിറ്റിയായി. അവൻ അതിൻ്റെ പൊളിറ്റിക്കൽ സോഴ്സിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. അവൻ പൊളിറ്റിക്കൽ സോഴ്സിലോട്ട് അവൻ തിരിയുവാണെങ്കിൽ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, വലതുപക്ഷ BJP സംഘപരിവാർ രാഷ്ട്രീയത്തെ അവൻ കയ്യിലെടുക്കും. ഭീം ആർമി എന്ന് പറയുന്ന ഇത്രയും ഇന്ത്യയിൽ കഴിഞ്ഞ 4-5 മാസം കൊണ്ട് ഇത്രയും സ്ട്രെങ്തൻ ആകാനുണ്ടായ കാര്യം നിങ്ങൾ ഈ കാണിക്കുന്ന വിഡ്ഢിത്തരമാണ്.
ഉറപ്പായിട്ടും ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് ഈ സംഘപരിവാറിനെ കൗണ്ടർ ചെയ്യാൻ ഭീം ആർമി പലയിടത്തും ഇന്ത്യയിൽ സംഘടിക്കുന്നുണ്ട്. പഴയ അവർ ദളിത് കമ്മ്യൂണിറ്റി നേരത്തെ സമയത്ത് ബുദ്ധിസ്റ്റായ സമയത്ത് നിങ്ങളെ കൊണ്ട് തടയാൻ സാധിച്ചു. അതുണ്ടായ സംഭവമാണ്. കാരണം അംബേദ്കറിൻ്റെ കൂടുതൽ വളരെയധികം പേര് ബുദ്ധിസ്റ്റ് ആകാൻ വേണ്ടി പോയി. അതിൻ്റെ അകത്ത് അത് സക്സസ് ആയിരുന്നു സംഘപരിവാർ. പക്ഷേ 2025 ഈ ദിവസം ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇനി നിങ്ങൾക്ക് ഇവരെ തടയാൻ പറ്റുന്നില്ല. കാരണം അന്ന് അവർക്ക് ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് അവർക്ക് ആ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്നും വിരട്ടിയാലൊന്നും ആയപ്പം വിരളത്തില്ല. തിരിച്ചങ്ങോട്ട് ചെയ്താൽ അവനും കൗണ്ടർ ചെയ്യാൻ അവനും എക്യുപ്മെൻ്റായി. അതായത് അവന് എഡ്യൂക്കേഷൻ കിട്ടി. അവനോട് പോയി ഭയപ്പെടുത്തുവാണെങ്കിൽ, വെപ്പണൈസ് ചെയ്യുവാണെങ്കിൽ, ഭയപ്പെടുത്തി ഓടിച്ച് പ്രശ്നം വെപ്പണൈസ് ചെയ്യുവാണെങ്കിൽ അവൻ തിരിച്ചും ചെയ്യും. അതായത് ഞാൻ പറഞ്ഞ ലോകം മാറി. അതായത് വരാനുള്ള ക്രിസ്മസ് ഇതിനേക്കാളും ഗംഭീരമായിരിക്കും ഇന്ത്യയിൽ. അപ്പം അതിനുള്ള സാഹചര്യമാണ് നിങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നത്. അതല്ലാതെ UP-യിൽ 2025 അതായത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഗവൺമെൻറ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ക്രിസ്മസ് ആഘോഷമില്ല, സ്കൂളിൽ കുട്ടികൾ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പതനത്തിൻ്റെ തുടക്കമാണ്. അതായത് കാണിക്കുന്ന മണ്ടത്തരമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. തെറ്റുകളിൽ കൂടെ വീണ്ടും തെറ്റുകൾ ഉണ്ടാക്കി, അതായത് ഒരു പ്രശ്നത്തിന് പോകാതിരിക്കുവാണ് ഏറ്റവും നല്ലത്. അതാണ് ഇന്ത്യക്ക് നല്ലത്, ഇന്ത്യയുടെ സ്വഭാവത്തിന് നല്ലത്. അല്ലെങ്കിൽ വെപ്പണൈസ് ചെയ്ത് കഴിഞ്ഞാൽ, റിലീജിയനെ വെപ്പണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രശ്നമുണ്ടാവും. ഇത് ആർക്ക് പിടിച്ചു നിർത്തിയാൽ പോലും കിട്ടത്തില്ല. ഒരു കാര്യം കൂടെ പറയുന്നു, ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള പല ഭാഗത്തും ഇന്ത്യയിൽ അവിടെ ആൾക്കാരെ ഈ പരിവാറിൻ്റെ ആൾക്കാരെ അടിക്കുകയോ ഓടിക്കുകയോ നിബിധനമൊക്കെ അലങ്കോലമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന അവർ കുറച്ച് നാളത്തേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെ ഈ പറയുന്ന റാലിയും നിബിധനമൊക്കെ അങ്ങ് നിർത്തിവെക്കും, ഭയന്നിട്ട്, പേടിച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആ ഒരു ഭയമില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. അവരെ നേരിടാൻ തയ്യാറാണ്. കാരണം വിരട്ടിയാലൊന്നും അവർ പോകത്തില്ല. കാരണം അവൻ എഡ്യൂക്കേറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ഇവിടുത്തെ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടാത്തതിൻ്റെ ഭയമാണ് ഉണ്ടായിരുന്നത്. മറിച്ച് ഇപ്പുറത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ദളിറ്റ്സിനാണെങ്കിലും മറ്റുള്ളവർക്കും അവരുടെ ബേസ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷനാണ്. അതുപോലെ ഡിജിറ്റൽ ലോകമാണ്. ഈ വിരട്ടൊന്നും വേശത്തില്ല. വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരെ പോലും ഞാനും ആഗ്രഹിക്കുന്നത്.